വീഡിയോ 18 ഫിലോസഫി ഭാഗം 3 20-ാം നൂറ്റാണ്ടിലെ പാശ്ചാത്യ ഫിലോസഫി. പാശ്ചാത്യ ഫിലോസഫിക്ക് 4 വിഭാഗങ്ങളുണ്ടെന്ന് നാം കഴിഞ്ഞ വീഡിയോയിൽ അവതരിപ്പിച്ചല്ലോ. തത്വചിന്തയുടെ ഈ മേഖലകൾ ആശയവാദം, മിസ്റ്റിസിസം, ഭൗതികവാദം, ഭൗതിക പ്രക്രിയ എന്നിവ രൂപപ്പെട്ടത് ലോകവീക്ഷണത്തിൻ്റെയും ആദികാരണ സത്തയുടെയും 4 ഭാഷ്യങ്ങൾ മൂലമാണ്. ഇപ്രകാരം 20-ാം നൂറ്റാണ്ടിലെത്തിയ ഫിലോസഫിയുടെ പ്രധാന ശാഖകൾ എന്തൊക്കെയാണെന്ന് ഒരു വിഹക വീക്ഷണം നടത്താം. 1-ാം ശാഖ ആശയവാദം. പ്രപഞ്ചത്തിൻ്റെ ആദികാരണം മനസ്സ് അഥവാ ചേതനയാണ് എന്ന് വിവക്ഷിക്കുന്ന ആശയവാദത്തിൽ നിന്നാണ് ക്രിസ്തുമതം, ഇസ്ലാം മതം മുതലായവയുടെ ദൈവശാസ്ത്രം രൂപപ്പെട്ടത് എന്ന് മുൻ വീഡിയോയിൽ പറഞ്ഞല്ലോ. എന്നാൽ 17, 18, 19 നൂറ്റാണ്ടുകളിൽ സ്ഥിരവും നിശ്ചിതവുമായ ഭൗതിക നിയമങ്ങൾ അനുസരിച്ച് ചലിക്കുന്ന യന്ത്രമാണ് ദൃശ്യപ്രപഞ്ചം എന്ന യാന്ത്രിക ലോകവീക്ഷണം സ്വീകരിക്കപ്പെട്ടു. അങ്ങനെ വികസിച്ച ക്ലാസിക്കൽ സയൻസ് മൂലം ആശയവാദത്തിൽ നിന്ന് ഒരു ഉപശാഖയുണ്ടായി. അതാണ് ഡെയിസം. ഡെസ്കാർട്ടസ്, ഗലീലിയോ, ഐസക് ന്യൂട്ടൻ എന്നീ വിഖ്യാത ശാസ്ത്രജ്ഞരുടെ ചിന്തയനുസരിച്ച് ഈ യാന്ത്രിക ലോകം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദ്രവ്യവും ചലന നിയമങ്ങളും സൃഷ്ടിച്ച ശേഷം ദൈവം ലോകകാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നവർ കൂട്ടിച്ചേർക്കുന്നു. ഈ പുതിയ ദൈവശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്നത് യുക്തിജ്ഞാനവാദം, അതായത് റാഷണലിസം എന്ന ജ്ഞാന സിദ്ധാന്തത്തെയാണ്. യുക്തിചിന്തയിലൂടെ മാത്രമേ ശരിയായ അറിവുണ്ടാകൂ എന്നത് വിവക്ഷിക്കുന്നു. പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. നാം കാണുന്ന സ്ഥൂല വസ്തുക്കളെ സംബന്ധിച്ച് ക്ലാസിക്കൽ സയൻസ് എപ്പോഴും പ്രസക്തമാണ്. അതിനാൽ ആധ്യാത്മിക വീക്ഷണം എന്ന നിലയിൽ ആശയവാദവും അതിൻ്റെ ഉപശാഖയായ ഡെയിസവും സ്വീകരിക്കപ്പെടുന്നു. 2-ാം ശാഖ ഭൗതികവാദം. ദൈവത്തിൻ്റെ അസ്തിത്വം ശാസ്ത്രീയ വീക്ഷണത്തിൽ തെളിയിക്കപ്പെടാത്ത കാര്യമാണ്. കൂടാതെ 18-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിൽ പരീക്ഷണ രീതികളുടെ വളർച്ച, അതായത് എംപിരിസിസം മൂലം ശാസ്ത്രമേഖലയിൽ നിന്ന് ദൈവത്തെ പുറത്താക്കുന്ന മനോഭാവം വേരുറച്ചു. ദ്രവ്യം തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ ആദ്യസത്ത, യാഥാർത്ഥ്യം എന്ന ഭൗതികവാദം, അതായത് മെറ്റീരിയലിസം ശാസ്ത്രജ്ഞർ സ്വീകരിക്കാൻ തുടങ്ങി. ജീവലോകത്തിൽ, പ്രത്യേകിച്ച് മനുഷ്യരിൽ ഉള്ള ജീവൻ, മനസ്സ് എന്നീ പ്രതിഭാസങ്ങളെ ഭൗതിക രീതിയിൽ പഠിക്കുന്നത് ജീവശാസ്ത്രത്തിൻ്റെ ലക്ഷ്യമാണല്ലോ. അതിൻ്റെ ഉയർച്ച മൂലം പ്രചാരം നേടിയ ഭൗതികവാദത്തിൻ്റെ പുതിയ പതിപ്പ് നാച്ചുറലിസം എന്ന പേരിൽ അറിയപ്പെട്ടു. ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ഇതിന് കൂടുതൽ ശക്തി പകർന്നതായി കാണാം. 20-ാം നൂറ്റാണ്ടിൽ ആറ്റത്തിൻ്റെ ഘടകങ്ങളെപ്പറ്റിയുള്ള പാർട്ടിക്കിൾ ഫിസിക്സ് ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വികസിച്ചത്. ഭൗതികവാദികളിൽ ഭൂരിഭാഗവും നിരീശ്വരവാദികളാണ് എന്ന കാര്യം പ്രസ്താവ്യമാണ്. 3-ാം ശാഖ മിസ്റ്റിസിസം. ആശയവാദത്തിൻ്റെ പ്രക്രിയ വീക്ഷണത്തിലൂടെയുള്ള ഭാഷ്യമാണ് മിസ്റ്റിസിസം. സർവാതിശായിയായ വ്യക്തിദൈവം എന്ന തത്വത്തിന് പകരമായി ദൈവം പ്രാപഞ്ചിക വസ്തുക്കളിൽ കുടികൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന തത്വം സ്വീകരിക്കുന്നു. ഇവിടെ ദൈവത്തെ അന്തര്യാമി ദൈവം, ഇമ്മാനൻ ഗോഡ് എന്ന് വിളിക്കുന്നുണ്ട്. ജീവജാലങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ അംശമായ ആത്മാവ് പ്രവർത്തിക്കുന്നു. ആത്മാവിൻ്റെ നല്ല ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ശരീരത്തിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഒരു വിത്തിൽ നിന്നും ചെടി ഉണ്ടാകുന്നതും അത് വളർന്ന് മരമാകുന്നതും കായ്കനികൾ ഉത്ഭവിക്കുന്നതും ഒരു ദൈവിക പ്രക്രിയയാണ്. അങ്ങനെ ലോകത്തിൽ നടക്കുന്ന എല്ലാ പരിണാമങ്ങളും അന്തര്യാമി ദൈവത്തിൻ്റെ വെളിപ്പെടലാണെന്ന് വ്യാഖ്യാനിക്കുന്നു. പാശ്ചാത്യ മിസ്റ്റിസിസത്തിന് പല ഭാഷ്യങ്ങളുണ്ട്. നിയോ പ്ലേറ്റോണിസം, പാന്തേയിസം, മൊണാഡോളജി, ഹിസ്റ്റോറിസിസം, പ്രക്രിയ ദർശനം, പാരിണാമിക ദൈവശാസ്ത്രം എന്നിങ്ങനെ. ഈ ദർശനങ്ങൾക്ക് ഏറ്റവും പ്രധാന ദാർശനികർ യഥാക്രമം പ്ലോട്ടിനസ്, സ്പിനോസ, ലൈബ്നിസ്, ഹെഗൽ, വൈറ്റ്ഹെഡ്, തെയാഡ് ഷാർദിൻ എന്നിവരാണ്. ഇവിടെ ദാർശനികർ ആത്മീയ ചിന്തയിൽ ഊന്നിയ പ്രക്രിയ ലോകവീക്ഷണമാണ് അവലംബിക്കുന്നത്. പ്രൊട്ടസ്റ്റൻ്റ് മതത്തിൻ്റെ തിയോളജി ഈ പാതയിലാണ് രൂപപ്പെട്ടത്. ലോകത്തിൽ ആന്തരികമായി പ്രവർത്തിക്കുന്ന ദൈവിക ചൈതന്യത്തെപ്പറ്റി വിവരിക്കുന്ന മിസ്റ്റിസിസം പല വിധത്തിലുള്ള ഭക്തി പ്രസ്ഥാനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കബല, സുഫിസം, ക്രിസ്ത്യൻ മിസ്റ്റിസിസം, ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി എന്നിവ എടുത്തു പറയാം. ഹെഗലിൻ്റെ ആദർശചിന്തയെ പിന്തുടർന്നുകൊണ്ട്
20-ാം നൂറ്റാണ്ടിൽ ദൈവശാസ്ത്രപരമായ തത്വചിന്തകൾ കൂടി ഉണ്ടായ കാര്യം സൂചിപ്പിക്കാം. ഈ മേഖലയിൽ വൈറ്റ് ഹെഡ് അവതരിപ്പിച്ച പ്രോസസ് തിയോളജിയും തെയാഡ് ഷാർദിൻ അവതരിപ്പിച്ച എവല്യൂഷണറി തിയോളജിയും ശ്രദ്ധേയമാണ്. 4-ാം ശാഖ ഭൗതിക പ്രക്രിയ ദർശനം. ഹെഗലിൻ്റെ ആദർശചിന്തയെ നിശിതമായി വിമർശിക്കുന്ന ഭൗതിക പ്രക്രിയ ലോകവീക്ഷണമാണ് 20-ാം നൂറ്റാണ്ടിൽ പ്രാമാണ്യം നേടിയത്. യുദ്ധങ്ങൾ, രോഗപീഠകൾ, അക്രമം മുതലായവ മനുഷ്യജീവിതത്തെ ഞെരുക്കുമ്പോൾ ലോകം നന്മയിലേക്ക് വളരുന്നു എന്ന് പറയാമോ? ഈ വിഷമസ്ഥിതികൾ ദാർശനികരെ വഴിമാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അതിലൂടെ ഉയർന്നു വന്ന തത്വചിന്താധാരകൾ ഏതൊക്കെയാണെന്ന് അവലോകനം ചെയ്യുന്നത് ഉചിതമാണ്. ആദ്യത്തേത് അസ്തിത്വവാദം, എക്സിസ്റ്റൻഷ്യലിസം. ഇവിടെ യുക്തിപരമായ തത്വചിന്താ പദ്ധതിയെ എതിർത്തുകൊണ്ട് വികാരങ്ങളെയും അനുഭവങ്ങളെയും അടിസ്ഥാനമാക്കുന്നു. മനുഷ്യരുടെ അമൂർത്തമായ ആശയങ്ങളെക്കാൾ പ്രധാനമാണ് അവരുടെ ജീവിതാനുഭവങ്ങൾ. യുദ്ധം, ദാരിദ്ര്യം, അക്രമം, അനീതി, നിരാശ, ഭയം, ഒറ്റപ്പെടൽ മുതലായ തീവ്രമായ അനുഭവങ്ങൾക്ക് ഇരയായവർ ചിന്തിക്കുന്നത് എങ്ങനെയെന്ന് വിവരിക്കുന്ന മാർഗമാണ് അസ്തിത്വവാദം. ഈ തത്വചിന്ത അവലംബിക്കുന്നത് ഒന്നാം കക്ഷി വീക്ഷണം, അതായത് ആത്മനിഷ്ഠമായ ചിന്തയാണെന്ന് എടുത്തു പറയാം. ഒരു വ്യക്തി തൻ്റെ ജീവിതാനുഭവങ്ങൾ വഴിയാണ് പ്രപഞ്ച യാഥാർത്ഥ്യത്തെ അറിയുന്നത്. വ്യക്തിയുടെ അനുഭവങ്ങളുടെ ആകെത്തുകയാണ് അയാളുടെ അസ്തിത്വം, അതായത് എക്സിസ്റ്റൻസ്. പിന്നീടാണ് മൂന്നാം കക്ഷി വീക്ഷണത്തിലുള്ള ചിന്തകളും നിയമങ്ങളും തത്വങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അതിനെ എസൻസ് എന്ന് വിളിക്കാം. ഈ ചിന്താഗതി അനുസരിച്ച് എക്സിസ്റ്റൻസ് പ്രിസീഡ്സ് എസൻസ് എന്ന പ്രസിദ്ധമായ വാക്യം സാർത്രെ എന്ന വിഖ്യാത അസ്തിത്വവാദിയുടേതാണ്. ദുഷ്ടകരമായ ജീവിതാനുഭവങ്ങൾ മൂലം ദൈവം ഉണ്ടെന്ന് കരുതാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇതിനു വിപരീതമായി ഹൈഡഗർ ദൈവത്തെ അനുഭവിച്ചറിയാൻ ഉതകുന്ന അസ്തിത്വവാദം വികസിപ്പിക്കുന്നുണ്ട്. മനുഷ്യജീവിതത്തിലെ ആത്മനിഷ്ഠമായ അനുഭവങ്ങളിലൂടെ പ്രപഞ്ചകാരണം, അതായത് ബീയിങ് എന്താണെന്ന് അറിയാൻ പറ്റുമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. രണ്ടാമതായി ഉത്തരാധുനികത, പോസ്റ്റ് മോഡേണിസം. ഭാഷയെ കൂടുതൽ വിശാലമായ രീതിയിൽ കണക്കാക്കുന്ന ദാർശനിക മുന്നേറ്റമാണ് ഉത്തരാധുനികത അഥവാ പോസ്റ്റ് മോഡേണിസം. അത് വസ്തുനിഷ്ഠമായ രീതിയിൽ പ്രപഞ്ച യാഥാർത്ഥ്യത്തെ അറിയാൻ ശ്രമിക്കുന്നില്ല, മറിച്ച് മനുഷ്യൻ്റെ വികാരങ്ങളും അനുഭവങ്ങളും വഴി ബോധ്യപ്പെടുന്ന ആത്മനിഷ്ഠമായ കാര്യങ്ങളെ വിവരിക്കുന്നു. അങ്ങനെ യുക്തിയുടെ നിശിതമായ ചിന്താരീതികളെ അപ്പാടെ നിഷേധിക്കുന്ന മാർഗം സ്വീകരിക്കുന്നതായി കാണാം. സ്കെപ്റ്റിസിസം, സബ്ജക്റ്റിവിസം, റിലേറ്റിവിസം എന്നിങ്ങനെയുള്ള മനോഭാവങ്ങൾ ഉത്തരാധുനികതയുടെ മുഖമുദ്രകളാണ്. അതിൻ്റെ സ്വാധീനം ഭാഷയിലും സാഹിത്യത്തിലും സാംസ്കാരിക വിഷയങ്ങളിലും ഇപ്പോൾ ശക്തമാണ്. മൂന്നാമതായി ഭാഷാപര ദർശനം, ലിംഗ്വിസ്റ്റിക് ഫിലോസഫി. ശാസ്ത്രീയമായ അറിവിനെ ഒരു പ്രക്രിയയായി കണക്കാക്കുകയും അതിൻ്റെ അർത്ഥത്തിന് വരുന്ന മാറ്റങ്ങൾ പഠിക്കുകയും ചെയ്യുന്ന ഈ ചിന്താപദ്ധതി സവിശേഷമായ തത്വചിന്താ പ്രസ്ഥാനമാണ്. കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാന ദാർശനികനായി കരുതപ്പെടുന്ന വിറ്റ്ജൻസ്റ്റീൻ അവതരിപ്പിച്ച ഭാഷാപര ദർശനത്തിൽ നിന്ന് 2 തത്വങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത്. ആദ്യത്തേത് ചിത്രസിദ്ധാന്തം, പിക്ചർ തിയറി എന്നറിയപ്പെടുന്നു. വാക്കുകൾ വസ്തുക്കളെ പ്രതിനിധാനം ചെയ്യുന്ന ചിത്രങ്ങളാണ്. ഇത്തരം ചിത്രങ്ങൾ യുക്തിക്കനുസരിച്ച് ക്രമപ്പെടുത്തിയതാണ് ഭാഷ. ആ നിലയ്ക്ക് ഭാഷ യാഥാർത്ഥ്യത്തെ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ഭാഷയ്ക്ക് പരിമിതികളുണ്ട്. അത് ഒരു സ്ഥലത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഭൂപടം പോലെയാണ്. രണ്ടാമത്തെ പ്രധാന തത്വം വാക്കുകൾ കൊണ്ടുള്ള കളി, ലാംഗ്വേജ് ഗെയിം എന്ന പ്രയോഗമാണ്. ലോകത്തിലെ വസ്തുക്കളെ വൈവിധ്യമാർന്ന രീതിയിൽ വിശേഷിപ്പിക്കാനുള്ള കഴിവ് വാക്യങ്ങൾക്കുണ്ട്. അത് ഒരു വിധത്തിലുള്ള കളി തന്നെ. വാക്കുകൾ വിവിധ തരത്തിലുള്ള കളികളിൽ ഏർപ്പെടുന്നതുകൊണ്ടാണ് ശാസ്ത്രം, മതം, കല മുതലായ വിഷയങ്ങൾ രൂപം കൊള്ളുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു വിഷയം ഒരു പ്രത്യേക തരത്തിലുള്ള ഭാഷാകളിയാണെന്ന് വ്യാഖ്യാനിക്കാം. നാലാമതായി ലോജിക്കൽ പോസിറ്റിവിസം.
ആറ്റത്തിൻ്റെ ഘടകങ്ങളായ അടിസ്ഥാന കണികകളും ബലങ്ങളും അദൃശ്യമാണല്ലോ. എന്നാൽ അവയുടെ പ്രവർത്തനങ്ങൾ ദൃശ്യതലത്തിൽ നാം കാണുന്നുണ്ട്. ഇത്തരം ഉപആണവ ഘടകങ്ങളെ സംബന്ധിച്ച പ്രക്രിയ വീക്ഷണത്തിലുള്ള പഠനമാണ് ക്വാണ്ടം മെക്കാനിക്സ്. മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് മുതലായവ എല്ലാം ഈ ക്വാണ്ടം സയൻസിൽ ഉൾപ്പെടുന്നു. അതിൻ്റെ രീതിശാസ്ത്രമാണ് ലോജിക്കൽ പോസിറ്റിവിസം. ഈ ശാസ്ത്രദർശനത്തിൻ്റെ സവിശേഷതകളും വിമർശനവും പിന്നീട് ഉചിതമായ സന്ദർഭത്തിൽ അവതരിപ്പിക്കാം. ഇതുവരെ പറഞ്ഞു വന്നത് 4 ലോകവീക്ഷണങ്ങളും 4 ആദികാരണ സിദ്ധാന്തങ്ങളും മൂലം നിർദ്ദേശിക്കപ്പെട്ട വിവിധങ്ങളായ തത്വചിന്തകളെ പറ്റിയാണ്. ഇത്തരത്തിലുള്ള വ്യത്യസ്ത വാദമുഖങ്ങൾ മൂലം ഫിലോസഫിയുടെ മേഖല സംഘർഷഭരിതമാണെന്ന് കാണാം. ഈ പ്രശ്നത്തിന് പരിഹാരം തേടിക്കൊണ്ട് നമ്മുടെ ഭൗതിക യാത്ര തുടരുകയാണ്. ഈ യൂട്യൂബ് വീഡിയോ ചാനൽ താങ്കൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി.